നമസ്കാരം, എല്ലാവർക്കും ഗുഡ് വിൽ പാചകത്തിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഡിഷാണ് മസാല റൈസ്. നമ്മുടെ മസാല റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ റൈസ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ബസുമതി റൈസാണ്. നമുക്കിത് ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ കുതിരാനിട്ടിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കേണ്ടതായ ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മസാല റൈസ് എന്തൊക്കെ ചേരുവകളാണ് ചേർക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പാൻ ചൂടായിരിക്കുകയാണ്. നമുക്കൊരു 6 ക്യൂബ് ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ബട്ടർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോള നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ചേർക്കുന്നത് ഉണ്ടമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ മുളക് നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാൻ റെഡ് പെപ്പറും യെല്ലോ പെപ്പറും നമ്മുടെ ക്യാപ്സിക്കം കൂടെയാണ് എടുത്തിരിക്കുന്നത്. ഓരോ ചെറിയ പീസ് വെച്ചേ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടേക്കുവാണ്. ഇവിടെ ക്യാപ്സിക്കം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഇതിലോട്ട് ഫ്രീസറിൽ ഇരിക്കുന്ന ഗ്രീൻ പീസാണ്. നമ്മുടെ പുറത്തിരിക്കുന്ന പച്ച ഗ്രീൻ പീസ് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ പൊടി മൂത്ത് വരുമ്പോൾ വേണം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ടൊമാറ്റോ ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ പൊടി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ട് വാടി പോകണമെന്നില്ല, പകുതി ഒന്ന് വാടിയാൽ മതി. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ ഹാഫ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. റൈസ് ഈ മസാല വഴി എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്നര ടീസ്പൂൺ ടൊമാറ്റോ സോസ് നമുക്ക് ഈ റൈസിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് റൈസ് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ആ ടൊമാറ്റോ സോസ് എല്ലാം റൈസിൻ്റെ അകത്ത് എല്ലായിടത്തും ആക്കി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മുടെ റൈസ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു പിടി മല്ലിയില ഇതിലോട്ട് വിതറി കൊടുത്ത് നമുക്ക് ഫയർ ഓഫ് ചെയ്യാം.
നമ്മുടെ മസാല റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇതിൻ്റെ മുഖത്തോട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള നമ്മുടെ മസാല റൈസ് റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ മറക്കാതെ ബെല്ലൈക്കണും കൂടെ അമർത്തണേ. താങ്ക് യു.